ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാബ് അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഇത് പ്രിലിംസിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പരീക്ഷയാണ്. നമുക്ക് മറ്റൊരു 10th പ്രിലിംസ് കൂടി വരാൻ വേണ്ടി പോവുകയാണ്. ഒക്ടോബർ 19 LDC കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒക്ടോബർ 19 LDCയുടെ ഏഴാമത്തെ ഘട്ടം. ഏഴാം ഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ 19 ഈ ഏഴാം ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മറ്റൊരു എക്സാമിന്റെ ഒരു ഘട്ടമാണ്. ഏതാണ്? LGS. അതായത് നവംബർ മാസത്തിൽ LGS, നവംബർ 2 മുതൽ LGS നടക്കുകയാണ്. ഡിസംബർ 7 വരെയാണ് LGS നടക്കുന്നത്. നവംബർ 2 മുതൽ ഡിസംബർ 7 വരെ LGSന്റെ പരീക്ഷ. അത് കഴിഞ്ഞ പിന്നീട് അങ്ങോട്ട് ഇപ്പൊ നമുക്ക് ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ഡിസംബർ 28 മുതൽ എന്താണ് അങ്ങോട്ട് 10th പ്രിലിംസും നടക്കാൻ വേണ്ടി പോവുകയാണ്. 10th പ്രിലിംസ് മറ്റൊരു നമ്മുടെ പരീക്ഷാ കാലഘട്ടം എന്ന് പറയാം. ഒരുപാട് പരീക്ഷകൾ, ലാബ് അസിസ്റ്റന്റ് പോലുള്ള, സെക്രട്ടേറിയറ്റ് OA പോലുള്ള വളരെ നല്ല തസ്തികകൾ ഉൾപ്പെടുന്ന പരീക്ഷയാണ് 10th പ്രിലിംസിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ആ ഒരു പ്രിലിംസിന്റെ കൂടെ നടക്കുന്നതാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കുള്ള ലബോറട്ടറി അസിസ്റ്റന്റ്, അല്ലെങ്കിൽ നമ്മൾ ലാബ് അസിസ്റ്റന്റ് എന്ന് വിളിക്കും. ഈ പരീക്ഷയുടെ തീയതി എപ്പോഴാണ്? എത്ര ഘട്ടമായിട്ട് പരീക്ഷ നടക്കാം? കൺഫർമേഷന്റെ അവസാന തീയതി ഏതാണ്? എത്ര അപേക്ഷകർ, അല്ലെങ്കിൽ ആകെ അപേക്ഷകർ എത്രയുണ്ട്? കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് ജില്ലകളിൽ എത്രയായിരുന്നു? എത്ര നിയമന ശുപാർശ ഇതുവരെ പോയിട്ടുണ്ട്? എത്ര ഒഴിവുകൾ നിലവിൽ വന്നിട്ടുണ്ട്? ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. എന്നാൽ ഏറ്റവും പുതിയ വാർത്തകൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്ന ഒരു ഇതാണ്, ലാബ് അസിസ്റ്റന്റ് അപേക്ഷകർ 5.13 ലക്ഷം. 5,13,000 ആളുകൾ എന്താണ് ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രാഥമിക പരീക്ഷ ഡിസംബർ 28 അതായത് ഒന്നാം ഘട്ടം 3 4 ചിലപ്പോ 5 3 4 കണക്കാക്കാം. 3 4 ഘട്ടമായിട്ടാണ് ആയിരിക്കും ഈ ഒരു പ്രിലിംസ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു പരീക്ഷ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസംബർ 28 ആദ്യഘട്ട പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് എഴുതുന്ന ആളുകളില്ലേ, ഈ ഡിസംബർ 28 മാത്രമല്ല, ലാബ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് OA അടക്കമുള്ള പരീക്ഷകൾക്ക് എഴുതുന്ന ആളുകൾ ഈ ഒക്ടോബർ 11 കൺഫർമേഷൻ കൊടുത്തു എന്ന് ഉറപ്പാക്കണം. നിങ്ങൾ ഈ പരീക്ഷകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പരീക്ഷ മാത്രമല്ല, സ്റ്റോർ കീപ്പർ ഉണ്ട്, അതുപോലെ അസിസ്റ്റന്റ് ടൈം കീപ്പർ ഉണ്ട്, പിന്നെ സെക്രട്ടേറിയറ്റ് OA, പിന്നെ അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകൾ, ഇതിനൊക്കെ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഒന്ന് നോക്കുക. ആ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കൺഫർമേഷൻ വന്ന് കിടക്കുന്നുണ്ടാകും. കൺഫർമേഷൻ കൊടുക്കുക. ഇത് മറ്റാരും കൊടുക്കില്ല, നമ്മുടെ പ്രൊഫൈലിൽ കിടക്കുന്നത് നമുക്ക് മാത്രം അറിയാൻ വേണ്ടി സാധിക്കൂ. നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ അറിയില്ലെങ്കിൽ, അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക. അതല്ലെങ്കിൽ തൊട്ടടുത്ത് ഏതെങ്കിലും കഫേകളുണ്ട്, ഇന്റർനെറ്റ് കഫേ അടക്കമുള്ള, കമ്പ്യൂട്ടർ സെന്റർ അല്ലെങ്കിൽ അക്ഷയ അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ട് എന്താണ്, നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിന്റെ പാസ്വേഡും യൂസർ ഐഡിയും കൊടുത്തിട്ട് അവരോട് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറയണം. കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കൂ എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. പലരും അപേക്ഷ കൊടുത്ത ശേഷം കൺഫർമേഷൻ കൊടുക്കാതിരിക്കുകയാണ്. അങ്ങനെ കൺഫർമേഷൻ കൊടുക്കാതിരിക്കരുത്. കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ലഭിക്കൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമാകൂ എന്ന് പറയുന്ന വസ്തുത നിങ്ങൾ ഓർക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് 11 തീയതിക്കകം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം. ഇപ്പോഴൊക്കെ കൺഫർമേഷൻ കൊടുക്കണം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നോക്കാം. ഹയർ സെക്കൻഡറി വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റന്റ് പ്രാഥമിക പരീക്ഷ ഡിസംബർ 28 നടത്തും. 10ാം തരം തസ്തികകളുടെ കൂട്ടത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രാഥമിക പരീക്ഷ വിജയിക്കുന്നവർക്ക് അടുത്ത വർഷം മുഖ്യ പരീക്ഷ നടത്തും. അതിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുക. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജനുവരിയോടെ ജനുവരിയിൽ ഇതിന്റെ 10th പ്രിലിംസ് കഴിയും. പിന്നീട് അങ്ങോട്ട് 2 മാസം കൊണ്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാർച്ച്, ഏപ്രിലോ മെയ്യോ, മാർച്ച് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, ഏപ്രിലോ മെയ്യിലോ മെയിൻ പരീക്ഷ നടക്കും. 14 ജില്ലകളിലേക്കായി 5,13,137. എത്രയാണ്? 5,13,137 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ഇവർക്ക് പ്രാഥമിക പരീക്ഷ എഴുതണമെങ്കിൽ ഒറ്റത്തവണ പ്രൊഫൈലിലൂടെ ഉറപ്പ് നൽകണം, കൺഫർമേഷൻ നൽകണം.
ഒക്ടോബർ 11 രാത്രി 12 മണി വരെ ഉറപ്പ് നൽകാം. അങ്ങനെ ഉറപ്പ് നൽകാത്തവരുടെ അപേക്ഷ PSC അസാധുവാക്കും. അതാണ്, അങ്ങനെ ഉറപ്പ് നൽകാത്തവരുടെ അപേക്ഷ അസാധുവാക്കും. ഏറ്റവും കൂടുതൽ അപേക്ഷകർ തിരുവനന്തപുരത്താണ്. 86,752 അപേക്ഷകരാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവ് പത്തനംതിട്ടയിലും. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് പത്തനംതിട്ടയിലുമാണ്. നിലവിൽ 93 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ആകെ 93 ഒഴിവുകളാണുള്ളത്. ഇതിൽ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ഒഴിവ്. ഓക്കെ, ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ഇടുക്കി ജില്ലയിൽ. ഇടുക്കിയിലാണ് ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. ഇനി കഴിഞ്ഞ പട്ടികയിൽ നിന്ന് എത്ര പേർക്ക് നിയമന ശുപാർശ കിട്ടിയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണ 788 നിയമന ശുപാർശയാണ് ആകെ പോയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ പട്ടികയിൽ നിന്ന് 14 ജില്ലകളിലായിട്ട് ആകെ പോയിരിക്കുന്നത് 788 നിയമന ശുപാർശയാണ്. ഇതിന് മുൻപത്തെ റാങ്ക് പട്ടിക 2019 അവസാനവും 2020 ആദ്യവുമായാണ് ജില്ലകൾ പ്രസിദ്ധീകരിച്ചത്. 2022-23 വർഷങ്ങളിലായി റാങ്ക് പട്ടികകളുടെ കാലാവധി അവസാനിച്ചിരുന്നു. പട്ടിക നിലവില്ലാത്തതിനാൽ ഒരു വർഷമായി നിയമനങ്ങൾ നടക്കുന്നില്ല. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് ആകെ 788 നിയമനങ്ങൾ നടന്നു. തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിലാണ് കൂടുതൽ നിയമനങ്ങൾ ഉണ്ടായത്, 88 വീതം. കോട്ടയത്തായിരുന്നു ഏറ്റവും കുറവ്, 10 എണ്ണം. 2017 ശേഷം 2023 ഈ തസ്തികയ്ക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. ഇത്തവണ രണ്ട് ഘട്ട പരീക്ഷയിലൂടെയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുക എന്നിവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് നമ്മൾ 572 അപേക്ഷകർ, 86,572. ഇതുവരെ 12 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ 88 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത്. 88 പേർക്ക്. നിങ്ങൾ നോക്കുക, ആ തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് 85.67 ആണ്. 85.67 ആയിരുന്നു കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 189 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 189 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ 49,725 അപേക്ഷകരാണ് ആകെ ഉള്ളത്. അതിൽ ഇതുവരെ 8 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ 69 നിയമന ശുപാർശ നൽകി. കോട്ടയം ജില്ലയിലെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 83.67 ആയിരുന്നു. 83.67, 200 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. 200 പേർ മെയിൻ ലിസ്റ്റിൽ. പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ 15,484 അപേക്ഷകരാണ് നിലവിലുള്ളത്. നിലവിൽ 5 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 15,484 5 ഒഴിവുകൾ. കഴിഞ്ഞ തവണത്തെ നിയമന ശുപാർശ 16 ആയിരുന്നു. 16 പേർക്കാണ് അവിടെ നിയമനം ലഭിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലെ കട്ട് ഓഫ് 79.33 ആണ്. മെയിൻ ലിസ്റ്റിൽ 100 പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 100 പേരെ. ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ 31,981 അപേക്ഷകർ. നിലവിൽ 3 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 3 ഒഴിവുകൾ. കഴിഞ്ഞ തവണ 39 പേർക്കാണ് അവിടെ നിയമനം ലഭിച്ചത്, നിയമന ശുപാർശ ലഭിച്ചത്. 39 പേർക്ക്. കട്ട് ഓഫ് 72.67 ആയിരുന്നു. 150 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 150-ൽ 39, അത് മൊത്തത്തിലാണ് 39 കിട്ടിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ 21,285 അപേക്ഷകരാണ് ഉള്ളത്. ഇതുവരെ ഒരു ഒഴിവ് മാത്രമാണ് കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ 10 പേർക്ക് മാത്രമാണ് കഴിഞ്ഞ തവണ നിയമനം ലഭിച്ചിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക. അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 82.33 ആയിരുന്നു. 149 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 149 പേരെ. ഓക്കെ. ഇനി ഇടുക്കിയിലേക്ക് വന്നാൽ 16,133 അപേക്ഷകരാണ് നിലവിലുള്ളത്. 16,133 അപേക്ഷകർ. ഇതുവരെ ഒരു ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു ജില്ലയാണ് ഇടുക്കി. കഴിഞ്ഞ തവണ 32 പേർക്കാണ് അവിടെ നിയമന ശുപാർശ ലഭിച്ചത്. 32 പേർക്ക്. 72.33 ആയിരുന്നു കട്ട് ഓഫ്. 72.33 ആയിരുന്നു കട്ട് ഓഫ്. 101 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ 51,461 അപേക്ഷകർ. 51,461 അപേക്ഷകർ. ഇതുവരെ 17 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 17 ഒഴിവുകൾ. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എറണാകുളമാണ്. 17 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. കഴിഞ്ഞ തവണ 70 പേർക്കാണ് ഇവിടെ നിയമന ശുപാർശ ലഭിച്ചത്. 70 പേർക്ക് നിയമന ശുപാർശ എറണാകുളത്ത് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 82.33 ആയിരുന്നു കട്ട് ഓഫ്. 192 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 192 പേർ.
തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ 34,236 അതിൽ ഇത്തവണ 8 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ 86 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. 86 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 76 ആയിരുന്നു. 205 പേരെ എന്താണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാടേക്ക് വരുമ്പോൾ 46,916 അപേക്ഷകൾ. 46,916 അപേക്ഷകൾ. ഇതുവരെ 4 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ തവണത്തെ നിയമന ശുപാർശ 85 ആണ്. പാലക്കാട് കഴിഞ്ഞ തവണ 85 ആണ്. കട്ട് ഓഫ് 84 ആയിരുന്നു. കട്ട് ഓഫ് 84, 199 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറത്തേക്ക് വരുമ്പോൾ 45,556 അപേക്ഷകൾ. 45,556 അപേക്ഷകൾ. ഇതുവരെ 5 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. കഴിഞ്ഞ തവണ 88 നിയമന ശുപാർശ ലഭിച്ചു. മലപ്പുറത്ത് കഴിഞ്ഞ തവണ 88 നിയമന ശുപാർശ. കട്ട് ഓഫ് 76 ആയിരുന്നു. 198 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോടേക്ക് വരുമ്പോൾ 46,633. ഇതുവരെ 15 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ തവണത്തെ നിയമന ശുപാർശ 61 ആയിരുന്നു. 61. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 83 ആയിരുന്നു. 187 പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ 15,686. വയനാട് ജില്ലയിൽ 15,686 അപേക്ഷകരാണ്. ഇതുവരെ 2 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ തവണ 28 നിയമനം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 28 നിയമന ശുപാർശ കൊടുത്തിട്ടുണ്ട്. 70.67 ആയിരുന്നു കട്ട് ഓഫ്. 102 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ 32,363 അപേക്ഷകരാണ് നിലവിലുള്ളത്. നിലവിൽ 8 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ തവണ 67 നിയമന ശുപാർശകളാണ് നടന്നത്. 67 നിയമന ശുപാർശകൾ. കണ്ണൂര് 83.67 ആയിരുന്നു കട്ട് ഓഫ്. 198 പേർ ലിസ്റ്റിലുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയുടെ കാര്യത്തിൽ 19,106 അപേക്ഷകർ. ആകെ 5 ഒഴിവുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ തവണ 49 ഒഴിവുകളാണ് കഴിഞ്ഞ തവണ നിയമന ശുപാർശ പോയിരിക്കുന്നത്. 79 ആയിരുന്നു കട്ട് ഓഫ്. 151 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആകെ കഴിഞ്ഞ തവണത്തെ നിയമന ശുപാർശ 758. ഇത്തവണ ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആകെ 93 ഒഴിവുകളിലേക്കാണ്. 93 ഒഴിവുകളാണ് ഇതുവരെ ആകെ സംസ്ഥാന തലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപേക്ഷകർ 5,13,137 ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. ഏറ്റവും മികച്ച റാങ്കുകൾ, ഏറ്റവും ആദ്യത്തെ റാങ്കുകൾ കരസ്ഥമാക്കിയാൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 50-ൽ താഴെ അല്ലെങ്കിൽ 60-ൽ താഴെ റാങ്കുകൾ കരസ്ഥമാക്കിയോ നിങ്ങൾക്ക് ജോലി സാധ്യത ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇനിയും വലിയ ബൃഹത്തായ ലിസ്റ്റുകളൊന്നും ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഈ രീതിയിൽ തന്നെയായിരിക്കും അതിന്റെയൊക്കെ കട്ട് ഓഫ് വീണ്ടും വരാനുള്ള സാധ്യത. ജില്ലാതലമാണ്, കട്ട് ഓഫുകളൊക്കെ ഇപ്പൊ കൂടുന്നുണ്ട്. പ്രിലിംസ് മെയിൻസ് ആയതുകൊണ്ട് ചെറിയൊരു മാറ്റം കുറഞ്ഞു വരാം. എന്നാലും എന്താണ്, നിങ്ങൾ ഉയർന്ന കട്ട് ഓഫ് തന്നെ പ്രതീക്ഷിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് വേണമെന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി പ്രിലിംസിന്റെ ഡേറ്റ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 1ാം ഘട്ടം നടക്കുന്നത് ഡിസംബർ 28-നാണ്. ഒന്നാമത്തെ ഫേസ്, ഫസ്റ്റ് ഫേസ്. 3-ഓ 4-ഓ ഫേസ് ആയിട്ട് പരീക്ഷ നടത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പൊ 28, അതായത് ജനുവരി മാസം, ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് എന്താണ് ഇതിന്റെ പരീക്ഷ നടത്തും. അതായത് അടുത്ത ഘട്ടങ്ങൾ കൂടി നടക്കും. ഇനി കൺഫർമേഷൻ കൊടുക്കാനുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അവസാന തീയതി ഒക്ടോബർ 11 മക്കളെ. ഒക്ടോബർ 11. ഇനി പിന്നെ ഇതിന്റെ ആ ഒരു റിസൾട്ട് വന്നാൽ, ജനുവരിയോടെ പരീക്ഷ കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി റിസൾട്ട് വരും. ഏപ്രിൽ മെയ് മാസങ്ങളായി നമ്മുടെ ടെന്റേറ്റീവ് കലണ്ടർ പ്രകാരം മാർച്ച് മെയ് മാസങ്ങളിലായി പരീക്ഷ നടക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. മാർച്ച് മെയ് മാസങ്ങളിലായിട്ട് പരീക്ഷ ഉണ്ടാകുമെന്നാണ് ടെന്റേറ്റീവ് കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഏപ്രിൽ അല്ലെങ്കിൽ
മെയ് മാസങ്ങളിൽ, മാർച്ച് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ പരീക്ഷ, മെയിൻ പരീക്ഷ നടക്കും. പെട്ടെന്ന് തന്നെ ലിസ്റ്റിൽ സെക്രട്ടേറിയറ്റ് OA അതുപോലെ നമ്മുടെ ലാബ് അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകളുടെ ലിസ്റ്റുകൾ എന്താണ് ഇപ്പോൾ ഓൾറെഡി തീർന്നു കിടക്കുകയാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. ഓൾറെഡി തീർന്നു കിടക്കുകയാണ്. അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് വേണം അടുത്ത നിയമനങ്ങളൊക്കെ നടത്താൻ. സെക്രട്ടേറിയറ്റ് OA ഒക്കെ എന്താണ് റാങ്ക് ലിസ്റ്റ് തീർന്നു കിടക്കുകയാണ്. ആദ്യത്തെ 100 പേർക്കൊക്കെ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ കൃത്യമായ തയ്യാറെടുപ്പ് വിജയത്തിലെത്തിക്കും. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.